ഇതാണ് ഹിസ്റ്ററിയിൽ തന്നെ സച്ച് യൂണിക് സൗണ്ട്, മസ്ഡാന്റെ റോട്ടറി എഞ്ചിൻ. സൗണ്ട് മാത്രമല്ല, അതിന്റെ പിന്നിലെ സ്റ്റോറിയും മനസ്സിലാക്കാം. സുന്ദരമായ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ കഥ. നോർമൽ എഞ്ചിൻസ് പിസ്റ്റൺ ബേസ്ഡ് ആണല്ലേ, അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്സ്, ക്രാങ്ക് ഷാഫ്റ്റ്, വാൾസ്, ക്യാംസ്. ബട്ട് റോട്ടറി എഞ്ചിൻസ് ആ സിസ്റ്റം പൂർണ്ണമായും മാറ്റി. ഇവിടെ ഒരു ട്രയാങ്കുലർ റോട്ടർ കണ്ടിന്യൂസ്ലി സ്പിൻ ചെയ്യുന്നു. റോട്ടർ ഹൗസിൽ കമ്പസ്റ്റൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക് എല്ലാം ഒരേ മോഷനിൽ നടക്കുന്ന എഞ്ചിൻ. പ്യുവർ മോട്ടോർ പാർട്സ്, ലൈറ്റ് വെയ്റ്റ്, സ്മാളർ സൈസ്, സിമ്പിൾ എഫിഷ്യൻറ്റ് ലുക്കിംഗ്, സ്മൂത്ത് പവർ കർവ്, ക്രേസി ഹൈ RPM. ഇത് കേൾക്കുമ്പോൾ തോന്നും പെർഫെക്റ്റ് എഞ്ചിനാണല്ലേ. ബട്ട് ദാറ്റ്സ് ജസ്റ്റ് ദി സർപ്രൈസ്. റോട്ടറി എഞ്ചിന് ഒരു ഡാർക്ക് സൈഡ് ഉണ്ടായിരുന്നു. ഈ വണ്ടിക്ക് വേണ്ടി ഒരു പെട്രോൾ പമ്പ് സ്വന്തമായി വാങ്ങിക്കേണ്ടി വരും. ഡേഞ്ചറസ് ഓയിൽ കമ്പഷൻ. റോട്ടറി എഞ്ചിൻസ് ലിറ്ററലി യൂസ്ഡ് ഓയിൽ ടു കൂൾ ആൻഡ് സീൽ ദി മോട്ടർ. അതായത് ഓയിൽ ഫ്യൂലിൻ്റെ കൂടെ മിക്സ് ആകുന്നു. അപ്പെക്സ് സീൽസ്, റോട്ടറിൻ്റെ ടിപ്പ് സീൽ. ഇതൊന്ന് ഫെയിലായാൽ എഞ്ചിൻ മിസ്ഫയർ, ഓയിൽ ലോസ്, കംപ്രഷൻ ഡ്രോപ്പ്, ടോട്ടൽ എഞ്ചിൻ ഫെയിലിയർ. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. മാക്സിമം 80,000 to 1,00,000 കിലോമീറ്റർ. അതിനുള്ളിൽ എഞ്ചിൻ്റെ കഥ കഴിയും. താങ്ങാൻ പറ്റാത്ത മെയിൻ്റനൻസ്, മെക്കാനിക്സിനെ കിട്ടാനില്ലായ്മ, മാസ്ഡയുടെ ഇമേജ് ക്രാക്ക് ആവാൻ തുടങ്ങി. 2003 RX-8 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, റേസർ ഷാർപ്പ് ഹാൻഡ്ലിംഗ്. പക്ഷേ പഴയ വീക്ക്നെസ് റിമൈൻസ് സെയിം. ലോ മൈലേജ്, ഹൈ എമിഷൻസ്, പൂർ എഞ്ചിൻ റിലയബിലിറ്റി. യൂറോപ്യൻ ആൻഡ് US എമിഷൻ നോംസ് ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല. 2012 RX-8 പ്രൊഡക്ഷൻ ഫുള്ള് സ്റ്റോപ്പ് ചെയ്തു. റോട്ടറി എഞ്ചിൻ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗിനെ ചേഞ്ച് ചെയ്തു. പക്ഷേ അത് മാസ്റ്ററുടെ ഫ്യൂച്ചറിനെ നശിപ്പിക്കുമായിരുന്നു. ഇന്നോവേഷൻ സംടൈംസ് കംസ് വിത്ത് എ പ്രൈസ്. Rotary engines, it sounded like heaven, but dragged the master through hell.